പാകിസ്ഥാൻ അടി ഇരന്നു വാങ്ങരുത്, ആവശ്യം വന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് അഡ്മിറൽ ത്രിപാഠി. നാവികസേനയുടെ വേഗതയേറിയതും ആക്രമണാത്മകവുമായ വിന്യാസം പാകിസ്ഥാൻ നാവികസേനയെ നിസ്സഹാരാക്കിയെന്നും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അവർ ഇന്ത്യയോട് അപേക്ഷിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് നേരെ വീണ്ടും ഭീകരാക്രമണ ശ്രമങ്ങൾ ഉണ്ടായാൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യൻ നാവികസേന തയ്യാറാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ആവശ്യം വന്നാൽ വീണ്ടും സൈനിക നടപടിക്ക് നാവികസേന തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശാഖപട്ടണത്ത് 2 പുതിയ യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം ആദ്യം നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഓപ്പറേഷനിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കടലിൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്താനുള്ള കഴിവ് നാവികസേന പ്രകടിപ്പിച്ചതായി അഡ്മിറൽ ത്രിപാഠി ചൂണ്ടിക്കാട്ടി. നാവികസേനയുടെ വേഗതയേറിയതും ആക്രമണാത്മകവുമായ വിന്യാസം പാകിസ്ഥാൻ നാവികസേനയെ നിസ്സഹാരാക്കിയെന്നും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അവർ ഇന്ത്യയോട് അപേക്ഷിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ 2 പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ സ്വന്തം യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെയും 101ാമത്തെയും യുദ്ധക്കപ്പലുകളാണ് ഇവയെന്ന് അഡ്മിറൽ ത്രിപാഠി പറഞ്ഞു. ഇതുപോലുള്ള ആധുനിക യുദ്ധക്കപ്പലുകൾ ശത്രുവിനൊരു നോക്കൌട്ട് പഞ്ച് നൽകാൻ ഞങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുമുണ്ടാകുന്ന ഭീകരവാദ ഭീഷണികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പിനെ ഓർമ്മിപ്പിക്കുന്നതാണ് നാവികസേനാ മേധാവിയുടെ വാക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യൻ നാവികസേന പൂർണ്ണ സജ്ജമാണെന്നും ഈ പ്രസ്താവന വ്യക്തമാക്കുന്നു. അതേസമയം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ കൃത്യമായ വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചുവെന്ന് പാകിസ്ഥാൻ ഒടുവിൽ സമ്മതിച്ചു. മെയ് 9 മുതൽ 10 വരെ നടന്ന സൈനിക ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിൽ 13 സൈനികർ ഉൾപ്പെടെ 50-ലധികം പേർക്ക് നാശനഷ്ടം ഉണ്ടായതായി പാകിസ്ഥാൻ അധികൃതർ വെളിപ്പെടുത്തിയതായി വൃത്തങ്ങൾ പറയുന്നു. ഇന്ത്യൻ വ്യോമാക്രമണം നടന്ന് 3 മാസം പിന്നിട്ട ശേഷമാണ് ഈ നിർണായക സ്ഥിരീകരണം. ഇന്ത്യ ബൊളാരി വ്യോമത്താവളം ആക്രമിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനിടെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ പ്രസിഡൻസിയിൽ വെച്ച് അദ്ദേഹത്തിന് പാരിതോഷികം നൽകുകയുണ്ടായി. കൂടാതെ നൂർഖാൻ, സർഗോദ, ജക്കാബാദ്, ബൊളാരി, ഷോർക്കോട്ട് എന്നിവിടങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ സമ്മതിക്കുന്നു. ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഹൌസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിലാണ് ഈ വിവരം പുറത്തുവന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. മരണാനന്തരം തങ്ക-ഇ-ബസലത്ത് പുരസ്കാരം ലഭിച്ചവരിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ്, ഹവൽദാർ മുഹമ്മദ് നവീദ്, നായിക് വക്കാർ ഖാലിദ്, ലാൻസ് നായിക് ദിലാവർ ഖാൻ എന്നിവരും ഉൾപ്പെടുന്നു. നായിക് അബ്ദുൾ റഹ്മാൻ, ലാൻസ് നായിക് ഇക്രമുള്ള, ഷിബായി അദീൽ അക്ബർ എന്നിവരും തങ്കായി ജുറാത്തിന്റെ സ്വീകർത്താക്കളായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ നൂർഖാൻ വ്യോമത്താവളത്തിൽ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിക്കേറ്റതായി നിരവധി റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിവരം പാകിസ്ഥാൻ പ്രസിഡന്റ് ഹൌസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിനിടെയാണ് പുറത്തുവന്നത്. ഇന്ത്യൻ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് മെയ് 7-ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ 100-ലധികം തീവ്രവാദികളെ ഇല്ലാതാക്കിയതായും പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതായുമാണ്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പുലർച്ചെ നടത്തിയ ഈ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ബോംബിട്ട് നശിപ്പിച്ചു. ലഷ്കർ വിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത്. ഇന്ത്യയുടെ ആ സൈനിക നീക്കത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ നൽകുന്ന സ്ഥിരീകരണം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ്.